ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ക്യാരറ്റ് ഖീർ. ടേസ്റ്റി ആണെന്ന് മാത്രമല്ല, നല്ല എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. ഒരു 20 മിനിറ്റ് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വാദിഷ്ടമായ ഖീർ റെഡിയാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുമല്ലോ. ഞാൻ 1/2 കിലോ ക്യാരറ്റാണ് ഈ ഖീറിന് വേണ്ടി എടുക്കുന്നത്. നല്ലപോലെ കഴുകിയ ശേഷം ഇതിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് തൊലിയും കളയണം. ഒരു പീലർ ഉപയോഗിച്ച് തൊലിയും കളഞ്ഞെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ നല്ല സ്വാദ് കിട്ടൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം തൊലി ഒന്ന് കളഞ്ഞെടുക്കട്ടെ. തൊലി കളഞ്ഞ ക്യാരറ്റ് എല്ലാം ഒന്നുകൂടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. ഒരുപാട് ചെറുതാവണമെന്നില്ല, നമുക്കിത് കുക്കറിൽ വേവിക്കാനുള്ളതാണ്. പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏതാണ്ട് ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ വരട്ടെ. നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടാം. ഞാനിപ്പോൾ 5 വിസിൽ വരെ വെച്ചിട്ടുണ്ട്. അല്പം കൂടുതൽ വെന്തുവെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. നല്ലോണം തണുത്ത ശേഷം കുക്കർ തുറക്കാം. കണ്ടോ, ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കിതൊരു മിക്സിയുടെ ബൗളിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ വേണം അരയ്ക്കാൻ. അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം നമ്മളിപ്പോൾ ഈ ക്യാരറ്റ് വേവിക്കാൻ ഉപയോഗിച്ച അതേ വെള്ളം തന്നെ എടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ല. ഈ പാകത്തിന് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു ഉരുളിയിൽ തന്നെ ഉണ്ടാക്കാം. ഒരു പായസമല്ലേ. അരച്ചെടുത്ത ക്യാരറ്റ് മുഴുവനായിട്ടും ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് മുഴുവനായിട്ട് കിട്ടാനായിട്ട് ഒരല്പം പാൽ കൂടി ഒഴിച്ചൊന്ന് അടിച്ചെടുക്കുകയോ ഇളക്കിയെടുക്കുകയോ ചെയ്യാം. ഞാൻ 1 ലിറ്റർ പാലാണ് ഈ ഖീറിന് വേണ്ടി എടുക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് അല്പം പാലിപ്പോൾ എടുത്തത്. ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ക്യാരറ്റ് പാൽ നല്ലപോലെ മിക്സായി വരും. ആ ഓറഞ്ച് കളർ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നതൊക്കെ പോയി നല്ലൊരു യൂണിഫോം യെല്ലോ കളറാവും. അപ്പോൾ ക്യാരറ്റ് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അവരവരുടെ ആവശ്യം അനുസരിച്ച് ചേർത്താൽ മതി. ക്യാരറ്റിനും അല്പം മധുരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. പഞ്ചസാര നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. മധുരം അല്പം കുറവായതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുക്കി വറ്റിക്കാം. ഒരുപാട് കുറുകൊന്നും വേണ്ട. വളരെ എളുപ്പമാണ്. ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കാം. അപ്പോഴല്ലേ ആ പായസത്തിൻ്റെ ഒരു നല്ല മണമൊക്കെ വരും. ഇനി ഉണ്ടെങ്കിൽ ഒരല്പം കുങ്കുമപ്പൂ കൂടി ചേർത്താൽ നന്നായിരിക്കും. ഒരു പ്രത്യേക കളറും പ്രത്യേക ഫ്ലേവറും ഒക്കെ കിട്ടും. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഖീർ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. പക്ഷേ അല്പം തണുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക. സെർവ് ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു നട്ട്സ് ഇട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ആൽമണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാഷ്യൂനട്ടോ പിസ്തയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.